നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ബൈ 10, 20, 30 എക്സെട്ര, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ബൈ 100, 200, 300 എക്സെട്ര അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ 1 ഡിജിറ്റ് നമ്പർ. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ 1 ഡിജിറ്റ് നമ്പർ. 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും അറിയോ? ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു 3 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം? അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? എക്സാമ്പിൾ നോക്കാം. ഇപ്പോ 35 into 4. 35 into 4. എങ്ങനെ ഇത് നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, വലിയ നമ്പർ അല്ലേ. അപ്പൊ നമ്മൾ അഡീഷൻ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ 35 plus 4 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 35 plus 4 എന്ന് എഴുതും അല്ലേ. വൺസിന്റെ നേരെ ഒരു ഡിജിറ്റ് നമ്പർ എഴുതി, പിന്നെ ടെൻസിന്റെ പ്ലേസ്, ഹൺഡ്രഡ്സിന്റെ പ്ലേസ്, അങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷനും ചെയ്യുന്നത്. എങ്ങനെ? കോളം ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് 35 ആദ്യം നമ്മൾ എഴുതും. 35 ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. വൺസിന്റെ പ്ലേസും ഉണ്ട്, ടെൻസിന്റെ പ്ലേസും ഉണ്ട്. നമ്മൾ 35നെ ഏത് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 4 കൊണ്ട് അല്ലെ. 4 എന്ന് പറയുന്നത് ഒരു 1 ഡിജിറ്റ് നമ്പർ ആണ്. അത് വൺസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതണ്ടേ? 35ന്റെ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്ത് എഴുതും? 4 എന്ന് എഴുതും. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ സൈൻ കിട്ടും. 35 into 4. ഇപ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഇൻറ്റു ഇടാൻ വന്നത്. നമ്മളൊക്കെ മിസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ ഇടുന്നത് എവിടെയായിരുന്നു അറിയോ? ഇവിടെയായിരുന്നു. 35 into 4. 35 പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ്. ഇപ്പോഴാണ് മിസ് ഇവിടെ ഈ ഇൻറ്റു മാർക്കൊക്കെ ഇടുന്നത് കണ്ടത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. 35 into 4. ഇനി നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ആദ്യം വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഏതൊക്കെ? 5ഉം 4ഉം. 5 into 4 എത്രയാ? നമുക്ക് ടേബിൾ അറിയാം. 5 into 4 20 അല്ലേ. 5 4s are 20. ഈ 20 അതേപോലെ തന്നെ ഇവിടെ എഴുതണോ? 20 അതേപോലെ തന്നെ എഴുതണോ? വേണ്ട. നമുക്ക് ഇതിന്റെ നമ്മളിവിടെ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് മാത്രമല്ലേ മൾട്ടിപ്ലൈ ചെയ്തേ. അതുകൊണ്ട് 20യുടെ 0 മാത്രം, 20യിലെ വൺസിന്റെ പ്ലേസിൽ വരുന്ന 0 മാത്രം നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ. ബാക്കി വരുന്ന ഈ 2 ഇല്ലേ, 20യിലെ 2, ആ 2 ടെൻസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്ത് അവിടെ അങ്ങ് എഴുതി വെച്ചു വെറുതെ. 2 ടെൻസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ടെൻസിന്റെ പ്ലേസിലുള്ള 3യും ഈ വൺസിന്റെ പ്ലേസിൽ വരുന്ന 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 4. എത്രയാ 3 into 4? 12 അല്ലെ. 3 4s are 12. എന്നാൽ ഇവിടെ നമ്മൾ നേരത്തെ ക്യാരി ഓവർ ചെയ്ത് വെച്ച 2 കൂടി ബാക്കിയുണ്ട്. ആ 2 കൂടി ഈ 12ന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? 14 കിട്ടി. ആ 14 അതേപോലെ ഇവിടേക്ക് എടുത്തെഴുതി. ടെൻസിന്റെ പ്ലേസിന്റെ നേരെ താഴെ 4ഉം ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് 1ഉം. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് എത്ര കിട്ടി? 35 into 4 140. ഈ മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായോ?
മനസ്സിലായോ? ഓക്കെ, എന്നാ നിങ്ങൾ ആ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയ ടെക്സ്റ്റില് സ്റ്റെപ്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 113 കണ്ടോ? പേജ് നമ്പർ 113 അതിനകത്ത് എക്സാമ്പിൾ 1 മൾട്ടിപ്ലൈ 78 by 4. 78നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്, അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ കോളം. നമ്മൾ ആദ്യം ആ രണ്ട് നമ്പേഴ്സും കോളം ആയിട്ട് അറേഞ്ച് ചെയ്തു. എങ്ങനെ? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ഉള്ള കോളം ആയിട്ട് അറേഞ്ച് ചെയ്തു. ദെൻ സ്റ്റെപ്പ് 2, മൾട്ടിപ്ലൈ ദ വൺസ്. വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 8 into 4, 32. Write 2 in the ones column and carry 3 to the tens column. 32ലെ ടെക്സ്റ്റ് തന്നെ നോക്കണേ. 32ല് വൺസിന്റെ പ്ലേസിലുള്ള 2 നേരെ വൺസിന്റെ കോളത്തിൽ എഴുതി. ദെൻ 32ന്റെ 3 ടെൻസിന്റെ കോളത്തിലേക്ക് ക്യാരി ഓവർ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ്, മൾട്ടിപ്ലൈ ദി ടെൻസ്. അടുത്ത് നമ്മൾ ടെൻസ് മൾട്ടിപ്ലൈ ചെയ്തു. 7 into 4, 28 tens കിട്ടി. Then 28 tensഉം നമ്മൾ നേരത്തെ ക്യാരി ഓവർ ചെയ്ത 3 tensഉം കൂടി ടോട്ടൽ 31 tens കിട്ടി. 31 tens കിട്ടിയതില് 3 നമ്മൾ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ എഴുതി, 1 ടെൻസിന്റെ കോളത്തിൽ എഴുതി. Thus 78 into 4 is equal to 312. ഇനി ഇതേപോലെ ഒരു 3 ഡിജിറ്റ് നമ്പറിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലോ? 3 ഡിജിറ്റ് നമ്പറിനെയാണ് നമ്മൾ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലോ? ഒരു എക്സാമ്പിൾ നോക്കാം. 253 into 5. 253 into 5. ഇത് വൺസ്, ഇത് ടെൻസ്, ഇത് ഹൺഡ്രഡ്സ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വൺസിന്റെ പ്ലേസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into 5. 3 into 5, 15. 15ന്റെ 5 മാത്രം നമ്മൾ വൺസിന്റെ കോളത്തിൽ എഴുതി, 1നെ ടെൻസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. നെക്സ്റ്റ് ടെൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10s മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 5 equal to 25. 25നോട് കൂടി നമ്മൾ ക്യാരി ഓവർ ചെയ്ത 1 കൂടി ആഡ് ചെയ്തു. എത്ര കിട്ടും? 26 കിട്ടും. ഇനി ആ 26 അതേപോലെ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഹൺഡ്രഡ്സിന്റെ പ്ലേസ് കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 26ന്റെ 6 മാത്രം നമ്മൾ ഇവിടെ എഴുതി. ബാക്കി വരുന്ന 2 നമ്മൾ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഏതാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഹൺഡ്രഡ്സിന്റെ പ്ലേസും 5ഉം. 2 into 5. 2 into 5, 10 കിട്ടി. 10ന്റെ കൂടെ നമ്മൾ ക്യാരി ഓവർ ചെയ്ത 2 ഉണ്ട് ഇവിടെ. ആ 2 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 12 എന്ന് കിട്ടി. ബാക്കി നമുക്ക് വേറെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ലാത്തത് കൊണ്ട് 12 നമ്മൾ അതേപോലെ ഇവിടെ എഴുതി വെച്ചു. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, 2ന്റെ നേരെ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലാണ് 2 വരേണ്ടത്. തൗസൻഡ്സിന്റെ പ്ലേസിൽ എന്ത് വന്നു? 1ഉം വന്നു. ഈ മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായോ?
ഒന്നും ചെയ്യാനില്ല. എത്ര ഡിജിറ്റ് നമ്പർ ആണെങ്കിലും ഇപ്പൊ 2 ഡിജിറ്റ് നമ്പറിനെയോ 3 ഡിജിറ്റ് നമ്പറിനെയോ 4 ഡിജിറ്റ് നമ്പറിനെയോ എത്ര ഡിജിറ്റ് നമ്പേഴ്സിനെ ആണെങ്കിൽ നമ്മൾ 1 ഡിജിറ്റ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു പ്ലേസ് മാത്രം എഴുതി ബാക്കി വരുന്ന പ്ലേസ് ക്യാരി ഓവർ തൊട്ടടുത്ത പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇനിയിപ്പോ 4 ഡിജിറ്റ് നമ്പറിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെങ്കിലോ 1254 into 3. 1254 into 3 ആണ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വൺസിന്റെ പ്ലേസ് 4 into 3 12. 12ൽ നമ്മൾ 2 മാത്രം ഇവിടെ എഴുതി 1 ക്യാരി ഓവർ ചെയ്തു. നെക്സ്റ്റ് 10ന്റെ പ്ലേസ് മൾട്ടിപ്ലൈ ചെയ്യാം 5 into 3. 5 into 3 15. 15ഓടുകൂടി ക്യാരി ഓവർ ചെയ്ത് 1 ആഡ് ചെയ്തു. എത്ര കിട്ടി? 16 കിട്ടി. 16ന്റെ 6 മാത്രം നമ്മൾ ടെൻസിന്റെ പ്ലേസിൽ എഴുതി 1 ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇനി ഹൺഡ്രഡ്സിന്റെ പ്ലേസിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 3 എത്ര കിട്ടും? 6 കിട്ടും. അതിനോടുകൂടി ക്യാരി ഓവർ ചെയ്ത 1ഉം കൂടി വരുമ്പോ 7 ആയി. ആ 7 നമ്മൾ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് എഴുതി. ബാക്കി നമുക്ക് തൗസൻഡ്സിന്റെ പ്ലേസിലുള്ള 1ഉം 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ്ട് 1ഉം 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 3 3. അവിടെ നമുക്ക് ക്യാരി ഓവർ ചെയ്തതൊന്നുമില്ല ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ 3 അതേപോലെ തന്നെ എഴുതാം. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? 1254 into 3 is equal to 3762. മനസ്സിലായോ ഇത് മൾട്ടിപ്ലൈ ചെയ്തത്? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 114 ഒന്ന് എടുത്തേ. 114 114 അതില് എക്സൈസ് 5.7 കണ്ടോ? എക്സൈസ് 5.7 കണ്ടോ? അതിൽ മിസ് പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ചെയ്യണേ. ഫസ്റ്റ് വൺ റൗണ്ട് ചെയ്ത് വെച്ചോ. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, പിന്നെ സെവൻത് വൺ. ഫസ്റ്റും സെക്കൻഡും സെവൻത്തും. ആ 3 ക്വസ്റ്റ്യൻ ഇപ്പൊ ഒന്ന് ചെയ്ത് എല്ലാരും. ചെയ്യാൻ പറ്റുമോ നോക്കിയേ. Okay, listen here. First question എത്രയായിരുന്നു? 26 into 4. 26 into 4. 6 into 4 24. Remaining 2. 2 into 4 8. 8 plus 2 10. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ശീലാവുമ്പോ ഇത്രയും സ്പീഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ 138 into 2 അല്ലേ? 138 into 2. 8 into 2 16. 6 എഴുതി. റിമൈനിങ് 1. 3 into 2 6. 6 plus 1 7. 1 into 2 2. 276. Next one 1900
37 into 1937 into 3. 7 into 3, 21. Remaining 2. 3 into 3, 9. 9 plus 2, 11. Remaining 1. 9 into 3, 27. 27 plus 1, 28. Remaining 2. 1 into 3, 3. 3 plus 2, 5. 5,811. This is the first one. This is the second one. This is the seventh one. Answer okay. First in the 104. Second one 276. Third one 5,811. Ano? Okay, very good. ശരിയാണോ എല്ലാവർക്കും? തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാ? എന്തറിയല്ലോ? ഒന്നുകൂടി കാണിച്ചു തരുമോ? ഒന്നുകൂടി കാണിച്ചു തരണോ? ഓക്കെ. അതിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി, നോട്ടിലേക്ക് ഒന്നും എഴുതണ്ട. ആ ടെക്സ്റ്റ് തന്നെ കോളമാക്കി കൊടുത്തതില് അവിടെ ആൻസർ എഴുതി വെക്കാം. മൂന്നാമത്തത്, നാലാമത്തതും, അഞ്ചാമത്തതും, ആറാമത്തതും, എട്ടാമത്തതും 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, കഴിഞ്ഞോ? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. അഡീഷൻ പോലെ ചെയ്യാൻ പറ്റൂലേ? ഇനി കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ 2 ഡിജിറ്റ് നമ്പറാണ്. നമുക്ക് ഈ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാല് 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതിന്റെ പ്ലേസ് മാറുന്നതുകൊണ്ടാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ പറഞ്ഞാൽ എന്തായാലും പകുതിയാവും, കാരണം ടൈം തീരാറായി. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ 2 ഡിജിറ്റ് നമ്പർ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വേർഡ് പ്രോബ്ലംസും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ ആ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എക്സസൈസ് 5.7 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ഇപ്പൊ തന്നെ മിസ്സിന് അയച്ചോട്ടോ. ഇപ്പൊ തന്നെ ചെയ്തോ, കേട്ടല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.